തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ പിടിയിലായ ലിവിയെ കേരളത്തിലെത്തിച്ചു. പ്രതി നാരായൺദാസിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിയപ്പോഴാണ് ലിവിയെ പിടികൂടിയതെന്ന് SI സജീവ് വർഗീസ് 24-നോട് പറഞ്ഞു. ഇവർ ദുബായിലായിരുന്നു. അവർ ബോംബെയിൽ വന്നു. നമ്മൾ ലുക്ക് ഔട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എമിഗ്രേഷൻ ഡീറ്റെയിൻ ചെയ്തിട്ട് സഹർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിരുന്നു. അവിടെ നമ്മൾ റിസീവ് ചെയ്ത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഇന്നിവിടെ എത്തിച്ചു. കേസിൻ്റെ വിവരങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുങ്ങല്ലൂർ DSP ആണ്. അദ്ദേഹം നിങ്ങളോട് പറയും. നിതിൻ അംബുജന വാർത്തയുടെ ഒരു നിതിൻ, നമ്മൾ ഈ ഷീല സണ്ണിയുടെ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് 24 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ആ നീതിയുടെ വഴികളൊക്കെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മറ്റേതെങ്കിലും ഇത്തരം മാധ്യമ ശ്രദ്ധ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്നേ തേഞ്ഞു മാഞ്ഞു പോകേണ്ട കേസാണ്. മാത്രമല്ല ഷീല സണ്ണിയും അതിൻ്റെ പിന്നാലെ നിരപരാധിയായ തന്നെ ജയിലിലടച്ച സംഭവത്തിൽ തനിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം എല്ലാ ദിവസവും എന്നോണം അതിൻ്റെ പിന്നാലെ നിന്നു. ഒടുവിൽ ഇതൊക്കെയും ഷീല സണ്ണിക്ക് ചെയ്യാത്ത കുറ്റത്തിന്, ചെയ്യാത്ത അപരാധത്തിന് ശിക്ഷ അനുഭവിച്ച ഷീലയ്ക്ക് നീതിയിലേക്കുള്ള വഴികൾ തുറക്കുകയാണ്, അല്ലേ നിതിൻ? ഹാഷ്മി സ്മിത, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെ പറയാം. കാരണം 2 മാസത്തിലധികമാണ് ഒരു വ്യാജ ലഹരിമരുന്ന് കേസിൽ ഷീല സണ്ണി ജയിലിൽ കിടക്കുന്നത്. അതിനുശേഷമാണ് ഇത് വ്യാജ ലഹരിമരുന്ന് കേസാണെന്ന് മനസ്സിലാക്കിയും പിന്നീട് ഏതാണ്ട് 1.5 മാസം മുമ്പാണ് ഇതിൽ ഈ ഒരു കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയ നാരായൺദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിൽ ആദ്യം തൊട്ട് തന്നെ ലിവിയാണ് ഇതിന് പിന്നിലെന്ന സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. കാരണം ഷീല സണ്ണി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തലേ ദിവസം തന്നെ ഇത്തരത്തിൽ ലിവിയ ഷീല സണ്ണിയുടെ ഫ്ളാറ്റിൽ പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് എന്തായാലും അന്വേഷണ സംഘം ഇന്ന് കടക്കും. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു ആർക്ക് വേണ്ടിയായിരുന്നു, അതോടൊപ്പം തന്നെ എന്തിനായിരുന്നു കുടുക്കിയത്, മാത്രമല്ല എന്തായിരുന്നു പ്ലാൻ, ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇന്നത്തോടുകൂടി തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്ന് ലിവിയെ കൊച്ചിയിലെത്തിച്ചത്. അതിനുശേഷം കൊടുങ്ങല്ലൂരിൽ കൊണ്ടുപോയി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കും. പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യലിൽ ലിവിയെ കൂടാതെ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വ്യക്തത വരുത്തേണ്ടത്. മാത്രമല്ല നാരായൺദാസിന് ഈ ലഹരി മരുന്ന് എത്തിച്ചത് ലിവിയാണ്. ലിവിയയ്ക്ക് നൽകിയ ആഫ്രിക്കൻ പൗരനെ എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിൽ വിശദമായ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു കൃത്യമായ ഈ ഒരു പ്ലാനിന്റെ ഉദ്ദേശമെന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിൽ കുടുക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ഷീല സണ്ണി ഇതിൻ്റെ നിയമപരമായ പോരാട്ടത്തിലായിരുന്നു. അതിനിടയിലാണ് പിന്നീട് പലതവണ മാധ്യമങ്ങൾക്കടക്കം അവർ വ്യക്തമാക്കിയിരുന്നു ലിവിയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലൊരു പകയുടെ കാരണം എന്താണ്? ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവ്യ. ആ അർത്ഥത്തിൽ കുടുംബ പ്രശ്നത്തിനപ്പുറം മറ്റെന്തെങ്കിലും തരത്തിൽ കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാരണം നാരായൺദാസ് കൃത്യമായി തന്നെ മൊഴി നൽകിയിരുന്നു. ലിവിയാണ് തനിക്ക് ഇത്തരത്തിൽ വ്യാജ LSD സ്റ്റാമ്പ് നൽകിയത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ, മാത്രമല്ല ഈ ബംഗളൂരുവിൽ നിന്ന് ഇത്തരത്തിൽ ലിവിയെ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് ലിവിയ വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു. അങ്ങനെ അന്വേഷണ സംഘത്തോട് ഒരു തരത്തിൽ പോലും സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതിനിടയിൽ പിന്നീട് ജാമ്യം നേടാനായി, മുൻകൂർ ജാമ്യം നൽകാനായിരുന്നു ലിവിയ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് എത്തിയത്. അതിനിടയിലാണ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അവിടെ തടഞ്ഞു വെച്ച് പിന്നീട് മുംബൈയിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം സഹർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിനുശേഷം കോടതിയിൽ നിന്ന് കസ്റ്റഡിയിലേക്ക് വാങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിച്ച ലിവിയെ ഇന്ന് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യൽ മാത്രമേ എന്തായിരുന്നു ഈ ഒരു പ്ലാനിന് പിന്നിലെന്ന് വ്യക്തമാവുകയുള്ളൂ. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ വ്യക്തമാകും. ഹാഷ്മി, 45 ദിവസം ജയിലിൽ കിടന്നതാണ് ഷീല സണ്ണി. നാട്ടുകാരൊക്കെ മയക്കുമരുന്നുകാരി എന്ന് ചാപ്പ കുത്തിയതാണ്. നാട്ടുകാരൊക്കെ ആ കണ്ണിൽ കൂടി കണ്ടതാണ്. നാണം എന്ന് പറഞ്ഞാൽ അഭിമാനക്ഷതം ഉണ്ടായതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് നീതി കിട്ടുന്ന മിനിബാബു ആലപ്പുഴ പറയുകയാണ്, ഒരു വൈരാഗ്യമൊക്കെ ഇത്രയൊക്കെ ചെയ്യിക്കുമോ? ജീവിതം പാഴായില്ലേ? ഷീല സണ്ണി വിടാതെ പിന്തുടർന്നതുകൊണ്ട് മാത്രം കേസ് തെളിഞ്ഞു. സത്യമാണത്. ഷീല സണ്ണി എരിയുന്ന ഹൃദയത്തോടെ നിരന്തരം ആ കേസിന് പിന്നിൽ നിന്നു എന്നതുകൊണ്ട് മാത്രമാണ് തെളിഞ്ഞത്. സത്യം പറഞ്ഞാൽ വലിയ ബഹുമാനമാണ് ഷീല സണ്ണിയോട്. കാരണം നമുക്കറിയാം, നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ നാട്ടുകാർ എന്ത് പറയും, അപ്പുറത്തുള്ളവർ കുറ്റപ്പെടുത്തി വല്ലാതെ തളർന്നു പോകുന്ന നമ്മൾ ഷീല സണ്ണിയെ കണ്ടു പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ എത്ര കരുത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് എതിരായിട്ട് അങ്ങ് പോരുക. ആരാണോ എനിക്കെതിരെ നിന്നത് അവരെ കണ്ടുപിടിക്കണം, കർശനമായ നടപടികൾ ഉണ്ടാകണം. അതുവരെ തളർന്ന് വീഴില്ല എന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. അത് കണ്ടുപഠിക്കേണ്ടതാണ്, മാതൃകയാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.